ഓം അമൃതേശ്വരേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അത് മോക്ഷശാസ്ത്രമാണ് എന്നാണ്. പക്ഷേ മോക്ഷശാസ്ത്രം എന്ന് പറയുന്നതുകൊണ്ട് അത് ഈ ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വനാന്തരങ്ങളിലോ ഗുഹകളിലോ അല്ലെങ്കിൽ വല്ല ഏകാന്തമായ നദീതീരങ്ങളിലോ മറ്റോ ജീവിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുവാൻ ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നൊരിക്കലും അർത്ഥമില്ല. അമ്മ പറയുന്നത് ഭഗവത്ഗീത എല്ലാവർക്കും പ്രാവർത്തികമാക്കാവുന്ന ആധ്യാത്മിക ശാസ്ത്രമാണെന്നാണ്. അമ്മ വളരെ രസകരമായി ഭഗവത്ഗീത ഗ്രന്ഥത്തിൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു, സമുദ്രജലം ആവിയായി മഴമേഘങ്ങളായി മഴ പെയ്ത് നദിയായി ഒഴുകുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു. സമുദ്രത്തിൻ്റെ തീരത്തുള്ളവർക്ക് മാത്രമല്ല, സകല ഭൂലോകവാസികൾക്കും പ്രയോജനപ്പെടുന്നു. അതുപോലെ വേദങ്ങളിലെ ഗഹനമായ ആധ്യാത്മിക തത്വങ്ങൾ ഗീതയാകുന്ന ഗംഗയായി പ്രവഹിക്കുമ്പോൾ ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെടുന്നു. ഈ ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെടുന്ന വൈദിക ആധ്യാത്മിക രഹസ്യങ്ങൾ ഭഗവത്ഗീത നമുക്ക് കാഴ്ചവെക്കുന്നു. എന്താണ് ഭഗവത്ഗീതയിൽ നിത്യജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന സവിശേഷമായ സമീപനം? ഭഗവത്ഗീത കർമ്മയോഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർമ്മയോഗം നിത്യജീവിതം അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആധ്യാത്മിക സാധനയാണ്. നിത്യജീവിതത്തെ മോക്ഷ സോപാനമാക്കി മാറ്റുവാനാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. അർജുനൻ തൻ്റെ ജീവിതത്തിൽ നിന്ന്, ക്ഷത്രിയൻ്റേതായ ജീവിതധർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ അർജുനനെ തൻ്റെ ജീവിതധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അർജുനൻ്റെ സ്വധർമ്മമായിരുന്നു യുദ്ധമെന്ന് നമുക്കറിയാം. അതുപോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പല ധർമ്മങ്ങളുമുണ്ട്. ആ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ ജീവിതത്തെ പരമമായ ധന്യതയിലേക്ക് എത്തിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത. നേരത്തെ പറഞ്ഞല്ലോ, കർമ്മയോഗത്തിനാണ് ഭഗവത്ഗീത പ്രാധാന്യം നൽകുന്നതെന്ന്. കർമ്മയോഗത്തിലൂടെ ഉയർന്നുയർന്ന് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമായ ആത്മജ്ഞാനത്തിൽ എത്തിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യുന്നത്. എന്താണ് കർമ്മയോഗത്തിനെ ഈശ്വരനിലേക്കുള്ള സോപാനമാക്കി മാറ്റുവാനുള്ള മാർഗം? ഭഗവത്ഗീത ഉപദേശിക്കുന്ന മാർഗം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അത് സമത്വം എന്ന ആ തത്വമാണ്. യോഗം എന്നാൽ സമത്വമാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു. സമത്വം യോഗ ഉച്യതേ, പ്രസിദ്ധമായ ഒരു യോഗ നിർവചനമാണത്. ഈ സമത്വം പലതരത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളിലും സമത്വം പാലിക്കുക. നാം ജീവിതത്തിൽ ഇടപഴകുന്ന എല്ലാ സമൂഹത്തിലെ എല്ലാ വ്യക്തികളോടും വസ്തുക്കളോടും സകല ചരാചരങ്ങളോടും ഒരു സമത്വമായ സമീപനം പുലർത്തുക. ഇങ്ങനെ പല അർത്ഥം ഈ സമത്വം യോഗ ഉച്ചത എന്നതിലെ സമത്വത്തിന് കൽപ്പിക്കാം. അമ്മ വളരെ ലളിതമായി പറയുന്നു, നമ്മൾ സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടരുത്, സങ്കടം വരുമ്പോൾ മുങ്ങിത്താഴുകയും അരുത്. ഇത് സമത്വത്തിൻ്റെ ഏറ്റവും പ്രായോഗികമായ ഒരു വിശദീകരണമാണ്. ഭഗവത്ഗീതയിൽ ഇതിന് തത്തുല്യമായ വരികൾ നമുക്ക് കാണാം. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് ച പ്രാപ്യ ചാപ്രിയം. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം. പ്രിയമായത് കിട്ടുമ്പോൾ പ്രഹർഷം, അതിരുകടന്ന ഹർഷം, സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക. അപ്രിയമായത് വരുമ്പോൾ അതിരുകടന്ന ദുഃഖം, ഉദ്വേഗം, അതിനടിപ്പെടാതിരിക്കുക. ഇത് തന്നെ ഭഗവത്ഗീതയിൽ വേറൊരിടത്ത് പറയുന്നു, നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. ഇഷ്ടമായ പരിസ്ഥിതിയിലും അനിഷ്ടമായ പരിസ്ഥിതിയിലും സമചിത്തനായിരിക്കുക. അമ്മയും പറയുന്നത് ഇഷ്ടാനിഷ്ടങ്ങളെ അതിജീവിക്കലാണ് ജീവിതത്തിലെ യോഗ എന്നതിൻ്റെ ഏറ്റവും പ്രായോഗികമായ പരിശീലനമെന്ന്. പിന്നെ ഈ സമത്വം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും കൊണ്ടുവരാൻ സാധിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും കൊണ്ടുവരാൻ സാധിച്ചാൽ കർമ്മയോഗത്തിൻ്റെ ഒരു പ്രധാന പരിശീലനം നമുക്ക് സാധിച്ചു. ഇനി മറ്റൊരു പരിശീലനം ഭഗവാൻ പറയുന്നത് സമർപ്പണത്തിൻ്റെതായ മാർഗമാണ്. ഭഗവാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിക്കൂ, എനിക്ക് സമർപ്പിക്കൂ. യത് കരോഷി യദശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മദർപ്പണം. അതായത് ജീവിതത്തിലെ സകല കർമ്മങ്ങളും ഈശ്വരൻ അർപ്പിക്കുക.
യത് കരോഷി നീ എന്തെല്ലാം ചെയ്തുകൊള്ളൂ, യത് അശ്നാസി നീ കഴിക്കുന്നത് എന്തെല്ലാം ആയിക്കൊള്ളട്ടെ, യത് ദദാസി നീ ദാനം ചെയ്യുന്ന എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, യത് തപസ്യസി നീ ചെയ്യുന്ന തപസ് എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം എനിക്ക് അർപ്പണം ചെയ്യൂ. ഇങ്ങനെ ഈശ്വരാർപ്പണം ചെയ്താൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഭഗവത്ഗീതയുടെ സന്ദേശം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നാണ് അർത്ഥം. ഇതൊരു മനോഭാവമാണ് ഈ സമർപ്പണം. ഈ സമർപ്പണം മനോഭാവമാണെന്ന് പറയാൻ കാരണം ഭഗവാൻ തന്നെ പ്രസിദ്ധമായ ഒരു ഉപദേശം ഭഗവാൻ അർജുനന് കൊടുക്കുന്നുണ്ട്. നിമിത്തമാത്രം ഭവ സവ്യസാചി, ഞാൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് എന്ന ആ ഭാവം ഉൾക്കൊണ്ടാൽ അത് തന്നെ സമർപ്പണം. അങ്ങനെ സമർപ്പണം അനുഷ്ഠിച്ചാൽ നിനക്ക് ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും നേടാൻ സാധിക്കും എന്ന് ഭഗവത്ഗീത പറയുന്നു. ഭഗവാൻ പറയുന്നത് ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധമെന്നാണ്. നിമിത്തം മാത്രം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് ഭഗവാൻ പറയുന്നത് അതാണ്. ഈ ശത്രുക്കളെല്ലാം ജയിച്ച് നീ രാജ്യസുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കയ്യിൽ ഉപകരണമായി മാറി ഈ ലോകജീവിതം വളരെയധികം ഐശ്വര്യപൂർണ്ണമായും സുഖപൂർണ്ണമായും നയിക്കുവാനുള്ള അനുവാദം ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിമിത്തമായി സമചിത്തതയോടെ സ്വധർമ്മം നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ച് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം വരെ എത്തിച്ചേരുവാനും എല്ലാ ഭൗതികമായ ഐശ്വര്യവും സമൃദ്ധിയും കൈവരിക്കുവാനുമുള്ള മാർഗമാണ് ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അതുകൊണ്ട് നിത്യജീവിതത്തിലെ ഏറ്റവും പ്രായോഗികമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇതിലൊരു സംശയവുമില്ല. ഓം അമൃതേശ്വരി നമഃ.